ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള ഹൈക്കോടതിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരള ഹൈക്കോടതി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. അസിസ്റ്റൻറ്റ് അപ്പോൾ അതിൻ്റെ സാലറി പറയുന്നത് 39,300 മുതൽ 83,000 രൂപ വരെയാണ്. അപ്പോൾ 2 കാറ്റഗറിയിട്ടാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. 4/2024 4 വേക്കൻസി, അത് ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമാണ്. അതുപോലെ 5/2024 41 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അപ്പോൾ എൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് കാൻഡിഡേറ്റ്സിന് 2/1/1988 അതുപോലെ 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിന് 2/1/1983 1/1/2006 ജനിച്ചവരും ആയിരിക്കണം. അതുപോലെ ബ്ലാക്ക് ബെൽറ്റ് കാസ്റ്റിൻ്റെ പറയുന്നുണ്ട്, അത് 2/1/1985 1/1/2002 ജനിച്ചവർ ആയിരിക്കണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ബാച്ചിലർ ഡിഗ്രി വിത്ത് ലീസ്റ്റ് 50% 50% മാർക്കോടെ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ ലോയൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ സെലക്ഷനൊക്കെ പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് 100 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. വിശദമായ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ പറയുന്നത് 500 രൂപയാണ്. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ട്രൈബ്സ്, അൺഎംപ്ലോയിഡ്, ഡിഫറെൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഫീസ് ഇളവുണ്ട്. ജനറലുകാർക്ക് 500 രൂപയാണ് ഫീസ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3/4/2024 മുതൽ 2/5/2024 വരെയാണ്. അപ്പോൾ 1 മാസത്തോളം കാലം നമുക്കിത് അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ 50% ഡിഗ്രി, അതുപോലെ മാസ്റ്റർ ഡിഗ്രി, അതുപോലെ ലോയൽ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നിലവിൽ പ്രതീക്ഷിച്ചത് ഒരു 41 പറഞ്ഞല്ലോ, അപ്പോൾ അത് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് എത്തിക്കുക. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരോടും പറയുക, അവർക്കും ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ.